ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. ഞാൻ ഇന്നൊരു മാരേജിന് പോകാൻ ഇറങ്ങിയപ്പോൾ ഇത്തരം ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി. കാരണം ഇനി അങ്ങോട്ടൊക്കെയുള്ള കാലത്ത് മാരേജ് തന്നെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അതിലൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കുട്ടികളെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹിതരായവരുടെ വാർത്തകൾ നമ്മുടെ പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് നമ്മൾ വെറുതെ തല വെച്ച് കൊടുക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഒട്ടുമിക്ക കുട്ടികൾക്കും ഉണ്ടായതായിട്ട് പല മാതാപിതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരാരെയും നിർബന്ധിക്കാനോ കല്യാണം കഴിക്കണമെന്ന് പറയാനോ ഒന്നും നമ്മളാരുമല്ല. കാരണം കുട്ടികളുടെ തീരുമാനമാണ് ഇന്നത്തെ. പണ്ടത്തെ മാതിരിയല്ല. പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ആരെങ്കിലും ഒരു വരനോ അല്ലെങ്കിൽ വധുവയോ അവർ നിശ്ചയിക്കുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നു, നമ്മൾ അവരോടൊപ്പം ജീവിക്കുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞു. കുട്ടികളുടെ ചോയ്സ് നമ്മൾ വിട്ടുകൊടുത്തേ പറ്റൂ. അപ്പോൾ ഈ നെഗറ്റീവ് വാർത്തകൾ ആണ് ഈ കുട്ടികളെ ഇത്രയും ആക്കിയതെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പിള്ളേർ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താൻ ഇനി മാർഗമില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇനിയുള്ള കാലത്തെങ്കിലും ഇത്തരം നെഗറ്റീവ് വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കാത്തത് നല്ല വാർത്തകൾ നമ്മുടെ കുട്ടികളുടെ ചെവിയിൽ എത്തിച്ചാൽ ഒരുപക്ഷെ ഇതെന്തെങ്കിലും ഇത്തരം ഒരു ചിന്ത അവരൊന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടി വരും. അത് അവരവർക്കിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവായി കഴിഞ്ഞു. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചേ ചെയ്യാൻ പറ്റും. നമുക്കൊന്നും പറയാൻ വയ്യാത്തൊരവസ്ഥ. അപ്പോൾ പറഞ്ഞു വരുന്നു, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കണം, ഇനി അങ്ങോട്ടുള്ള കാലത്ത് എത്രമാത്രം കല്യാണങ്ങൾ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു വിഷയമായിട്ട് നാളെ കാണാം.